സംസ്ഥാനത്തെ ഭൂരിഭാഗം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും പ്രതിസന്ധി. കോട്ടയത്ത് ഡോക്ടർമാരുടെ കുറവാണ് വെല്ലുവിളി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടിശ്ശിക കാരണം മരുന്ന് വിതരണം നിർത്തിവെക്കാനാണ് കമ്പനികളുടെ നീക്കം. തിരുവനന്തപുരത്ത് യൂറോളജിക്ക് പുറമെ ഹൃദ്രോഗ വിഭാഗത്തിലും ശസ്ത്രക്രിയ മുടങ്ങിയതോടെ രോഗികൾ ദുരിതത്തിലായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് മറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ദുരവസ്ഥയും ചർച്ചയാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത് പതിവാണെന്ന് രോഗികൾ പരാതിപ്പെടുന്നു. യൂറോളജിയിൽ മാത്രമല്ല, ന്യൂറോ കാർഡിയോളജി വിഭാഗങ്ങളിലും ശസ്ത്രക്രിയ മുടങ്ങാറുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് പ്രതിസന്ധി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 56 വിദഗ്ധ ഡോക്ടർമാരുടെ കുറവുണ്ട്. ഗൈനക്കോളജി, അസ്ഥിരോഗം, ജനറൽ സർജറി, ന്യൂറോ തുടങ്ങിയ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാകട്ടെ മരുന്ന് വിതരണമാണ് വെല്ലുവിളിയാകുന്നത്. കുടിശ്ശിക കാരണം മരുന്ന് കമ്പനികൾ വിതരണം നിർത്താനാണ് നീക്കം. 220 കോടി രൂപയാണ് മരുന്നു കമ്പനികളുടെ കുടിശ്ശിക. 2024 ഓഗസ്റ്റ് മുതലുള്ള തുകയാണ് കുടിശ്ശികയായി കിടക്കുന്നതെന്ന് കമ്പനികൾ വിശദീകരിക്കുന്നു. സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ രോഗികൾക്ക് ദുരിതം സമ്മാനിക്കുകയാണ്. ആവശ്യമായ ഉപകരണങ്ങളോ മരുന്നോ ഉറപ്പുവരുത്തുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടെന്നാണ് വിമർശനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.